അമീർ ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന സിതാരെ സമീൻ പർ എന്ന ചിത്രത്തിന് ഒരുപാട് പബ്ലിസിറ്റി ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് ആദ്യദിന കളക്ഷനിൽ വൻ കുറവുണ്ടായേക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. RS പ്രസന്ന സംവിധാനം ചെയ്ത ചിത്രം ജൂൺ 20 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. അമീർ ഖാന്റെ മുൻ ചിത്രമായ 2022 റിലീസ് ചെയ്ത ലാൽ സിംഗ് ചദ്ദയുടെ ആദ്യ ദിനം നേടിയത് 11,70,00,000 എന്നാൽ സിതാരെ സമീൻ പർ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ 6,88,00,000 മാത്രമാണ്. സമാനമായ വൈകാരിക വിഷയത്തിൽ അമീർ ഖാന്റെ 2007 സംവിധാന അരങ്ങേറ്റ ചിത്രമായ താരെ സമീൻ പർ 2,62,00,000 ഓപ്പണിംഗ് കളക്ഷൻ നേടിയതെങ്കിലും മികച്ച മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും നിരൂപക പ്രശംസയിലൂടെയും പിന്നീട് ഒരു സ്ലീപ്പർ ഹിറ്റായി മാറുകയായിരുന്നു. നിർമ്മാതാക്കൾ റിലീസ് ദിവസം ഷോകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അപ്രതീക്ഷിത നീക്കമായി. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തിയേറ്റർ ഉടമകൾക്ക് അയച്ച പുതുക്കിയ അറിയിപ്പിൽ ജൂൺ 20 വെള്ളിയാഴ്ച കർശനമായ സമയക്രമീകരണ നിയന്ത്രണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് മുമ്പ് ഒരു ഷോയും പ്രദർശിപ്പിക്കാൻ പാടില്ല. കൂടാതെ രാവിലെ 11 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ പരമാവധി 4 പ്രദർശനങ്ങൾ മാത്രമേ തിയേറ്ററുകൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും ഈ മാർഗനിർദ്ദേശങ്ങൾ റിലീസ് ദിവസം മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ജൂൺ 21 ശനിയാഴ്ച മുതൽ സാധാരണ പ്രദർശന ഷെഡ്യൂളുകൾ പുനഃസ്ഥാപിക്കും. രാവിലെയുള്ള പ്രദർശനങ്ങൾ വൈകിപ്പിക്കാനും ഉച്ചതിരിഞ്ഞുള്ള ഷോകൾക്ക് പരിധി നിശ്ചയിക്കാനുമുള്ള തീരുമാനം നിയന്ത്രിത ഡിമാൻഡ് സൃഷ്ടിക്കാനും തിരക്കേറിയ സമയങ്ങളിൽ പ്രേക്ഷകരെ ഒരുമിപ്പിക്കാനുള്ള തന്ത്രപരമായ ശ്രമമായി ഇതിനെ കാണുന്നു. എന്നാൽ ഇത് ആദ്യദിന വരുമാന സാധ്യതയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് സിനിമാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അമീർ ഖാന്റെ മുൻ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന ചിത്രമായി ഇത് മാറും. ലാൽ സിംഗ് ചദ്ദ സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും 11,70,00,000 ഓപ്പണിംഗ് നേടിയപ്പോൾ സിതാരെ സമീൻ പർ ഫസ്റ്റ് ഡേ 8 കോടിയിൽ താഴെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.